നീ കൈവേല ചെയ്തു നീ വന്യതാതാ പാരിതിൽ നാദനാഹാരമേകി നിത്യയാം കന്യതൻ വല്ലഭൻ നീ സർവേശസൂനുവിൻ പാലകൻ നീ കൈവേല ചെയ്തു നീ വന്യതാതാ പാരിതിൽ നാദനാഹാരമേകി സ്വർഗത്തിൽ നിന്നു നീ പാലിക്കണേ ഭാരം വഹിക്കുന്ന പാവങ്ങളെ സ്വർഗത്തിൽ നിന്നു നീ പാലിക്കണേ ഭാരം വഹിക്കുന്ന പാവങ്ങളെ ഉച്ചത്തിൽ കേഴുന്ന നിൻ മക്കളെ കേഴുവാൻ വയ്യാത്ത കുഞ്ഞുങ്ങളെ നിത്യയാം കന്യതൻ വല്ലഭൻ നീ സർവേശസൂനുവിൻ പാലകൻ നീ കൈവേല ചെയ്തു നീ വന്യതാതാ പാരിതിൽ നാദനാഹാരമേകി നിത്യയാം കന്യതൻ വല്ലഭൻ നീ സർവേശസൂനുവിൻ പാലകൻ നീ കൈവേല ചെയ്തു നീ വന്യതാതാ പാരിതിൽ നാദനാഹാരമേകി. വൃന്ദം മധുരഗീതങ്ങളാൽ മുഖരിതമാക്കുമീ അങ്കണത്തിൽ മലമേലുയരും സൂര്യന്റെ ശോഭയാൽ കർത്താവിനു മഹത്വം നിറയും നിതാ. വൃന്ദം മധുരഗീതങ്ങളാൽ മുഖരിതമാക്കുമീ അങ്കണത്തിൽ മലമേലുയരും സൂര്യന്റെ ശോഭയാൽ കർത്താവിന് മഹത്വം നിറയുന്നിതാ. ബലിവേദി മധ്യേ മുന്തിരി നീരും അപ്പവുമായെൻ്റെ നാഥൻ ബലിവേദി മധ്യേ മുന്തിരി നീരും അപ്പവുമായെൻ്റെ നാഥൻ മാറുന്ന വേളയിൽ ആഗതനാകുക അടിയനിന്നേകി സൗഭാഗ്യം മാറുന്ന വേളയിൽ ആഗതനാകുക അടിയനിന്നേകി സൗഭാഗ്യം. മാലാഖ വൃന്ദം മധുരഗീതങ്ങളാൽ മുഖരിതമാക്കുമീ അങ്കണത്തിൽ മലമേലുയരും സൂര്യന്റെ ശോഭയാൽ കർത്താവിന് മഹത്വം നിറയും നിതാ. സ്നേഹമുള്ളവരെ, വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ തിരുനാളിന് കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ജോൺ പോൾ അച്ഛനാണ്. OFM കപ്പച്ചൻ അച്ഛൻ എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് സ്വാഗതം. പ്രിയമുള്ളവരെ, ഈശോയുടെ ഈ തിരുബലിക്ക് ഒരുങ്ങുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളും തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മരണ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ
വിശുദ്ധ യൗസേപിതാവിൻ്റെ നാമം പേറുന്ന എല്ലാവരെയും നമുക്ക് ഈ സമയത്ത് ഓർക്കാം. ഈശോയെ, അങ്ങയുടെ വളർത്തു പിതാവിൻ്റെ മനോഭാവം ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ വിശുദ്ധ ബലി നമുക്ക് അർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മാധവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, മനുഷ്യവംശത്തെ വീണ്ടെടുക്കുവാൻ തൻ്റെ പ്രിയപുത്രൻ ലോകത്തിലേക്ക് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. രക്ഷകനായ ഈശോയുടെ വളർത്ത പിതാവും സംരക്ഷകനുമായി വിശുദ്ധ യൗസേപ്പിനെ തിരഞ്ഞെടുത്തതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഔദരിശവത്തിന് ജീവിതം സമ്പൂർണ്ണമായി സമർപ്പിച്ച മാറിയ യൗസേപ്പിനോടൊപ്പം നിർമ്മല ഹൃദയത്തോടെ ബലിയർപ്പിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരും സ്തുതിനുമെന്നെന്നും. സമാധാനം നമ്മോടുകൂടെയും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതും എന്നാൽ കരുണ പ്രകാശിപ്പിക്കാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. മർത്തിനു നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നാം പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സുദർഹനും ബലവാനും അമൃതനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തും എപ്പോഴും ഞങ്ങൾ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായം 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല. ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. ദൈവത്തെപ്പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദുത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നവരായതിനു ശേഷം അനുസരിക്കാത്തവരെ ശിക്ഷിക്കാൻ ഞങ്ങൾ സന്നദ്ധരായിരിക്കുകയാണ്. നിങ്ങൾ കൺമുമ്പിലുള്ളത് കാണുക. ആരെങ്കിലും താൻ ക്രിസ്തുവിനുള്ളവനാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നെങ്കിൽ ഞങ്ങളും അവനെപ്പോലെ ക്രിസ്തുവിനുള്ളവരാണെന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ. ഞങ്ങളുടെ അധികാരത്തെപ്പറ്റി ഞാൻ കുറച്ചധികം പ്രശംസിച്ചാലും അതിലെനിക്ക് ലജ്ജിക്കാനില്ല. നിങ്ങൾ പടുത്തുവരുത്താനാണ്, നശിപ്പിക്കാനല്ല കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത്. ലേഖനത്തിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി എന്നെ നിങ്ങൾ കണക്കാക്കരുത്. എന്തെന്നാൽ ചിലർ പറയുന്നു, അവൻ്റെ ലേഖനങ്ങൾ ഈടുറ്റതും ശക്തവുമാണ്, എന്നാൽ അവൻ്റെ ശാരീരിക സാന്നിധ്യം അശക്തവും ഭാഷണം മനസ്സിലാശാത്തതുമാണ്. അകലെയായിരിക്കുമ്പോൾ ലേഖനത്തിലൂടെ പറയുന്നത് തന്നെയാണ് അടുത്തായിരിക്കുമ്പോൾ ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് ഈ കൂട്ടർ ധരിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ ക്രിസ്തുവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദീപങ്ങൾ അനുയാത്രികരായി തിരുവചനം വരവായി, ധൂപം നിറയും പീഠത്തിൽ തിരുവചനം വിടരുന്നു. അനുയാത്രികരായി തിരുവചനം വരവായി, ധൂപം നിറയും പീഠത്തിൽ തിരുവചനം വിടരുന്നു. തിരുനാളങ്ങൾ തന്നടുവിൽ നിന്ദിതാ തിരുമൊഴികൾ ചുരുളഴിയുന്ന നേരമാ, ചെവിയോർക്കാം ഹൃദയം നൽകാം അതരം താനേ പാടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് സദാപൂർണ്ണ ശ്രമിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. അധ്യായം 1 വാക്യങ്ങൾ 18 മുതൽ. യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമേ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവനിതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുൾ ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്.
ജോസഫ് നിദ്രയിൽ ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. നമ്മുടെ കർത്താവായ മിശിഹായും സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, ആദ്യമേ തന്നെ എല്ലാവർക്കും വിശുദ്ധ ഔസേപിതാവിൻ്റെ മരണത്തിരുനാളിൻ്റെ പ്രാർത്ഥനാ മംഗളങ്ങളെ സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു. നമുക്കറിയാം, ഒരുപക്ഷെ നമ്മുടെ ചുറ്റിലും അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ഒത്തിരി പേര് ജോസഫ് നാമധാരികളുണ്ടായിരിക്കും. ഇന്ന് ഇവിടെ കാഴ്ച സമർപ്പണം നടത്തിയവരും ഒരുപക്ഷെ ജോസഫ് നാമധാരികളായിരിക്കും. എല്ലാവർക്കും പ്രാർത്ഥന ആശംസകൾ സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുന്നു. വലിയ ഒരു പ്രസംഗത്തിനുള്ള ഒരു വേദി അല്ല എന്നെനിക്കറിയാം. കാരണം ഒത്തിരി പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് ജോസഫ്. അതുകൊണ്ട് ഈ മനുഷ്യനെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുള്ളത്. പലപ്പോഴും അമ്മയെക്കുറിച്ച് പറയാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും അതുപോലെ തന്നെ അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയെക്കുറിച്ച് പറയാനും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളും ഒത്തിരിയുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് അപ്പന്മാരെ ഓർക്കുന്ന ഒരു ദിന, ഇവിടെ ഇരിക്കുന്ന അപ്പന്മാർ എല്ലാവരെയും ഓർക്കുന്ന ഒരു ദിന സഭ. കാരണം നല്ല ഒരു അപ്പൻ എങ്ങനെയാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു മനുഷ്യനാണ് വിശുദ്ധ യൗസേപ്പ്. ഒരുപക്ഷെ ഞാൻ ഈ വിശുദ്ധ യൗസേപ്പിനെ കുറിച്ച് സുവിശേഷവും പഴയ നിയമവും ഇങ്ങനെ അങ്ങോളം ഇങ്ങോളം എടുത്ത് ധ്യാനിച്ചപ്പോൾ എനിക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഔസേപിതാവിനെ പറ്റി കാണാൻ പറ്റിയ ഒറ്റ ഒരു വാചകം, അവൻ നീതിമാനായിരുന്നു. ഒരുപക്ഷെ ഇത്രമാത്രം പ്രചാരത്തിലുള്ള ഈ മനുഷ്യനെ പറ്റി ചരിത്ര ഗ്രന്ഥങ്ങളിലോ അതുപോലെ തന്നെ സുവിശേഷത്തിലോ വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ആകെ ഇത്രമാത്രം, അവൻ നീതിമാനായിരുന്നു. ഇങ്ങനെ ഒരു ചെറിയൊരു സംഭവമുണ്ട്. ഈ സംഭവം ഔസേപിതാവിനെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. പിതാവായ ദൈവം പരിശുദ്ധ അമ്മയെ ഈശോയുടെ അമ്മയായിട്ട് സ്വീകരിച്ചു. അതിനു ശേഷം ഒരു പിതാവിന് വേണം, ഈശോയ്ക്ക് ഒരു വളർത്ത പിതാവിന് വേണം. അപ്പോൾ പിതാവായ ദൈവം തൻ്റെ പുത്രന് തന്നോളം സ്നേഹം നൽകാൻ പറ്റുന്ന ഒരു മനുഷ്യനെ ലോകത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞ പോലെ ഒരു വരനെ പിതാവായ ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഈ വരന് വേണ്ടി പിതാവായ ദൈവം പല സ്ഥലങ്ങളും നോക്കി, ലോകത്തിലേക്ക് നോക്കിയിട്ട് പല ആളുകളെയും നോക്കിയിട്ട് പിതാവായ ദൈവത്തിന് ഒരാളെയും കണ്ടുകിട്ടിയില്ല. ഇന്നത്തെ യങ്സ്റ്റേഴ്സിൻ്റെ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിതാവായ ദൈവത്തിന് പരിശുദ്ധമയ്ക്ക് കൊടുക്കാൻ പറ്റിയ സ്പാർക്കുള്ള ഒരു ആളെ കിട്ടിയിട്ടില്ല. സ്പാർക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു സ്പാർക്കുള്ള ഒരു വരനെ പരിശുദ്ധമയ്ക്ക് കിട്ടിയില്ല. അങ്ങനെ പിതാവായ ദൈവം ഇങ്ങനെ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറേയൊക്കെ വിഷമിച്ചു. വീണ്ടും വീണ്ടും അന്വേഷിച്ചു ഒരു വരനെ ആവശ്യം. അവസാനം അവൻ ഒരു സ്പാർക്കുള്ള ഒരു മനുഷ്യനെ കണ്ടു. ഒരു 4 കാലും ഒരു ഓലക്കീറുമായിട്ട് ഉള്ള ഒരു കുടിലിൽ കൊട്ടുവടിയും ഉളിയുമായിട്ടുമുള്ള ഒരു മനുഷ്യനെ കണ്ടു. അവൻ്റെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അവൻ പാഴ്മരങ്ങൾ ചേർത്ത് വെച്ച് അതിമനോഹരമായ കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഈ പാഴ്മരങ്ങളെ ചേർത്ത് വെച്ച് അവൻ അതിമനോഹരമായ കട്ടിളകളും അതിമനോഹരമായ ശില്പങ്ങളും അവൻ ചേർത്ത് വെച്ചു. ലോകം തള്ളിക്കളഞ്ഞ പല മരങ്ങളും ചേർത്ത് വെച്ച് അവൻ മനോഹരമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ പിതാവായ ദൈവത്തിന് തോന്നി, ഇവനായിരിക്കും പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ പുത്രനും ഒരുപോലെ സ്നേഹം പകുത്തു നൽകാൻ പറ്റുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ പിതാവായ ദൈവം ഇവനെ തിരഞ്ഞെടുത്തു. പ്രിയമുള്ളവരെ, അതുകൊണ്ടായിരിക്കാം സുവിശേഷം അവനെ രേഖപ്പെടുത്തിയ ഒരേ ഒരു പേര്, അത് നീതിമാനെന്ന്. ഈ നീതിമാൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അപ്പാടെ അനുസരിക്കുന്നവൻ. ഈ നീതിമാനെക്കുറിച്ച് പഴയ നിയമം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. സങ്കീർത്തകൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ഒരു നീതിമാൻ ആരാണെന്ന്. നീതിമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരണയുള്ളവൻ, മറ്റുള്ളവരുടെ വേദനയിൽ അവനോടൊപ്പം സഞ്ചരിക്കുന്നവൻ, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ അവനോടൊപ്പം കൂടെ നിൽക്കുന്നവൻ, അവരെ സഹായിക്കുന്നവൻ, അവനെ ഒരിക്കലും തള്ളിയിടാത്തവൻ. പ്രിയമുള്ളവരെ,
ഒരു പക്ഷേ ഈ ചങ്കത്ത് കൈവച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുമോ നമ്മളൊക്കെ നീതിമാനാണോ അല്ലയോ എന്ന്? കാരണം മറ്റുള്ളവരുടെ വേദനയിൽ നമ്മൾ ഒരേപോലെ അവരെ സ്നേഹിക്കുകയും ഒരേപോലെ അവരോടൊപ്പം ആയിരിക്കുകയും ചെയ്യുമെങ്കിൽ സുവിശേഷവും പഴയ നിയമവും സാക്ഷ്യപ്പെടുത്തുന്നു, നിങ്ങൾ നീതിമാന്മാരാണ്. മറ്റുള്ളവരോട് കൂടെ ആയിരിക്കാൻ പറ്റുന്നവർ ആണെങ്കിൽ നിങ്ങൾ നീതിമാന്മാരാണ്. നിങ്ങൾക്ക് മുഴുവനായിട്ടും അനുസരിക്കാൻ പറ്റുന്നെങ്കിൽ വചനം സാക്ഷ്യപ്പെടുത്തുന്നു, നിങ്ങൾ നീതിമാനായിട്ട് ഒരാളെ ഇന്ന് ബൈബിൾ സൂചിപ്പിക്കുന്നുള്ളൂ. ഒത്തിരി പേര് പറയുന്നുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്ന ഒരു വ്യക്തി അത് വിശുദ്ധ യോസേപ്പ് പിതാവ്. കാരണം ഇത്രമാത്രം ദൈവത്തിനു വേണ്ടിയിട്ട് ദൈവത്തോട് ചേർന്ന് നിന്ന മനുഷ്യൻ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അതുപോലെ തൻ്റെ പുത്രന് നൽകാൻ പറ്റിയ ഒരു മനുഷ്യൻ, പരിശുദ്ധ അമ്മയുടെ പാടുപീഡകളുടെ സമയത്ത് അവളോട് കൂടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ. കാരണം അവന് പാഴ്മരങ്ങളെ ചേർത്ത് നിർത്തിയിട്ട് മനോഹരമായ ശില്പങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമുക്കറിയാം എന്തുകൊണ്ട് അവനെ നീതിമാൻ എന്ന് വിളിക്കുന്നു. ചരിത്രത്തിൽ എങ്ങനെയാണ്? യഹൂദ പാരമ്പര്യമനുസരിച്ച് 3 ഘട്ടങ്ങളിലൂടെയാണ് വിവാഹം നടക്കുന്നത്. ആദ്യം മാതാപിതാക്കൾ കണ്ട് അവർ മനപ്പൊരുത്തമൊക്കെ നോക്കുന്നു. രണ്ടാമതായിട്ട് മനസ്സമ്മതിന് ശേഷം ഒരു കുടുംബത്തിലല്ലെങ്കിലും വ്യത്യസ്ത കുടുംബത്തിലായിരുന്നു കൊണ്ട് വിവാഹം ചെയ്തവരെ പോലെ ജീവിക്കുന്നു. ആ സമയത്താണ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണി ആണ് എന്നറിയപ്പെടുന്നത്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ചേട്ടന്മാർക്ക് ഒരു ആണത്തത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സമയം. അങ്ങനെയുള്ള ഒരാളാണ് തൻ്റെ ഭാര്യയാകാൻ പോകുന്നതെന്ന് ഇവിടെ ഇരിക്കുന്ന ചേട്ടന്മാർ കേട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ അതിന് എപ്പോഴേ ഗുഡ് ബൈ പറയും. പക്ഷേ ഈ യോസേപ്പ് പിതാവിനെ നീതിമാനെന്ന് വിളിക്കാനുള്ള ആദ്യത്തെ കാരണം അവൻ അറിയാമായിരുന്നു ദൈവം യോജിപ്പിച്ചത് മനുഷ്യന് വേർപ്പെടുത്താൻ സാധിക്കില്ല. കാരണം ദൈവമാണ് എന്നെ ഇങ്ങനെ ഈ സമയത്ത് ഇവളോടൊപ്പം ആയിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇവളെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. അത്രമാത്രം പരിശുദ്ധ അമ്മയോട് സ്നേഹം കാണിച്ചത് കൊണ്ടായിരിക്കാം ലൂക്കാസ് സുവിശേഷകൻ പിന്നീട് ഒരു സംഭവം യേശുവിനെ പറ്റി പറയുന്നുണ്ട്. പാപിനിയായ സ്ത്രീയെ സമൂഹം വിധിച്ചപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, കാരണം നീ നീതിയുള്ളവളാ. ഈ ഒരു കാര്യത്തിന് ഈശോയ്ക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ അവൻ പാപങ്ങൾ ക്ഷമിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ അപ്പൻ തൻ്റെ അമ്മയോട് കാണിച്ച അതേ ഒരു മനോഭാവം, തൻ്റെ അമ്മയെ കല്ലെറിഞ്ഞു കൊല്ലാമായിരുന്നിട്ടും അവളെ ചേർത്ത് നിർത്തിയ ഒരു നല്ല അപ്പൻ്റെ മകനായതുകൊണ്ട് ഈ പാപിനിയായ സ്ത്രീയോട് പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചേർത്ത്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ നീതിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ മുറവിളിയിടുന്ന കാലഘട്ടം, നീതിക്ക് വേണ്ടി ഒത്തിരിയേറെ പേര് കൊടിവിളി പിടിക്കുന്ന കാലഘട്ടം, നീതിക്ക് വേണ്ടി ഒത്തിരി പേര് പല സ്ഥലങ്ങളും മുട്ടുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ നീതി നിഷേധിച്ചവരോടുകൂടെ നിങ്ങൾക്ക് ആയിരിക്കാൻ പറ്റുന്നെങ്കിൽ അവിടെയാണ് ദൈവം ആഗ്രഹിക്കുന്ന നീതിമാൻ. അപ്പോൾ തമ്പുരാൻ കറ കൂടാതെ നിങ്ങളെ വിളിക്കും, നിങ്ങളും നീതിമാന്മാരാണ്. അതുപോലെ തന്നെ വിശുദ്ധ യോസേപ്പിൻ്റെ ജീവിതത്തിൽ രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. യോസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട്. ആ സംഭവം ഇങ്ങനെയാണ്. യോസേപ്പ് പിതാവ് സ്വപ്നത്തിൽ ഒരു സംഭവം ഉണ്ടായി. ഹെറോദോസ് രാജാവ് 2 വയസ്സും അതിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലുമെന്ന് സ്വപ്നത്തിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ മാലാഖ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ ഉടനെ തന്നെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നീ ഈജിപ്തിലേക്ക് പോകും. ഏകദേശം 60-70 കിലോമീറ്ററുകളോളം ഉണ്ടെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഇത് താണ്ടാൻ വേണ്ടിയിട്ട് ഏകദേശം കുറച്ച് ദിവസങ്ങൾ വേണം അന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ യോസേപ്പ് പിതാവ് 2 വയസ്സിനും അതിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലുമെന്നറിഞ്ഞപ്പോൾ തൻ്റെ മകനെയും അതുപോലെ തന്നെ ഭാര്യയെയും എടുത്തുകൊണ്ട് അവൻ യാത്രയായി. അങ്ങനെ പല രാത്രികൾ പല സ്ഥലങ്ങളും കടന്ന് അവൻ ഈജിപ്തിലെത്തി. പരിശുദ്ധ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഒരു അപകടത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഈജിപ്തിലേക്ക് ആയി. പക്ഷേ വിശുദ്ധ യോസേപ്പ് പിതാവ് മാറി നിന്ന് ഇങ്ങനെ കരയുക. അപ്പോൾ പരിശുദ്ധ അമ്മ അടുത്ത് ചോദിച്ചു, അതിയാനെ എന്തിനാ ഈ സമയത്ത് കരയണം? നമ്മൾ ഒത്തിരിയേറെ പ്രശ്നങ്ങളൊക്കെ കടന്ന് ഈജിപ്തിലെത്തിയില്ലേ? നമ്മുടെ മകൻ നമ്മുടെ സുരക്ഷിതനല്ലേ, പിന്നെ എന്തിനാ കരയുന്നത്? യോസേപ്പ് പിതാവ് ഒന്നും പറഞ്ഞില്ല. വീണ്ടും നോക്കിയപ്പോൾ യോസേപ്പ് പിതാവ് ഇങ്ങനെ മ്ലാനവദനായിട്ട് ഇരിക്കണ കണ്ടപ്പോൾ പരിശുദ്ധമ്മ ചോദിച്ചു, എന്തിനാ അതിയാനെ വീണ്ടും ഇങ്ങനെ വിഷമിച്ചിരിക്കണം? അപ്പോൾ യോസേപ്പ് പിതാവ് ഒന്നും പറയാതെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ പരിശുദ്ധമ്മ ചോദിച്ചു, കൊട്ടുവടിയും ഉളിയും എടുക്കാത്തത് കൊണ്ടാണോ? ഇനി എങ്ങനെ ജീവിക്കുമെന്ന് അറിയാത്തത് കൊണ്ടാണോ?
ഔസപിതാവ് ഒന്നും മിണ്ടിയില്ല. പരിശുദ്ധമ്മയ്ക്ക് ഇച്ചിരി ദേഷ്യമൊക്കെ വന്നു. എന്താ പ്രശ്നം പറയും. അപ്പോൾ ഔസപിതാവ് പറഞ്ഞു, അമ്മേ നിനക്കറിയാലോ, ദൂതൻ ഇങ്ങനെ പറഞ്ഞു 2 വയസ്സും അതിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഇന്ന് രാത്രി ഹെറോദസ് വധിക്കും. നമ്മൾ ആ ബെത്ലഹേമിന്ന് ഇറങ്ങിപ്പോന്നപ്പോൾ നമുക്ക് പറയാറുന്നില്ലേ, തൊട്ടടുത്ത ഭവനത്തിൽ 2 വയസ്സും അതിന് താഴെയുള്ള കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ലേ? അവരോട് ചെന്ന് പറയാറുന്നില്ലേ, ഇന്ന് ഈ ഭവനത്തിൽ നിങ്ങളുടെ മക്കൾ മരിക്കും, 2 വയസ്സിനും താഴെയുള്ള നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വധിക്കപ്പെടും, നിങ്ങൾ ഞങ്ങളോട് കൂടെ വന്നുകൂടെ എന്ന് എനിക്കൊന്ന് പറയാറുന്നില്ലേ? ആ വേദന, അതിനെയാണ് കരുതൽ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഔസപിതാവ് നൽകുന്ന 2 കാര്യങ്ങൾ, നിങ്ങൾ നീതിയോടെ ജീവിക്കുക, 2 കരുതലോടെ ജീവിക്കുക. ഈ കരുതലിൻ്റെ ഉദാത്തമായ മാതൃകയാണ് ഇവിടെ ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ മനോഹരമായിട്ട് ഇരിക്കുന്നത്. ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നവർ പ്രാർത്ഥിക്കുന്നത്. കാരണം ചെയ്യേണ്ട കാര്യങ്ങൾ, പറയേണ്ട കാര്യങ്ങൾ, പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് കരുതലോടെ തന്നെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരും വഴിതെറ്റില്ല. ഒരു ചെറിയ സംഭവം കൂടിയും പറഞ്ഞ് ഈ വചന ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുക. സംഭവം എങ്ങനെയാണ്? ഏകദേശം 14 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ചെറിയ സംഭവം. 2009 ജൂൺ 7-ാം തീയതി അന്നാണ് ഞാൻ ആദ്യമായിട്ട് സെമിനാരിയിലേക്ക് ചേരുന്നത്. ഈ കരുതലിൻ്റെ മഹാത്മ്യം ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചത് എൻ്റെ അപ്പനിങ്ങനെ ഞാൻ അപ്പനോട് പറഞ്ഞു, അപ്പ അച്ഛനാവൻ ആഗ്രഹമുണ്ട്. അപ്പം പറഞ്ഞു, നിനക്ക് പറ്റുന്ന പണിയാണോ എന്ന് ആദ്യം ചിന്തിക്ക്. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് അച്ഛനാവാൻ ഭയങ്കര ആഗ്രഹമാണ്. കാരണം അപ്പം പറഞ്ഞു, നിൻ്റെ ആയിരുന്ന കാലഘട്ടത്തെ പോക്കനുസരിച്ച് നീ അച്ഛനാവാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ലേ. അപ്പം ഞാൻ പറഞ്ഞു, ദൈവം വിളിച്ചു, നീ അപ്പോൾ എവിടെ പോണേ? അപ്പം ഞാൻ പറഞ്ഞു, അപ്പം അവനോട് പറഞ്ഞു, അപ്പച്ച ഞാൻ കപ്പൂച്ചൻ സഭയിലേക്ക് എന്നെ പോണേ. അപ്പം പറഞ്ഞു, കപ്പൂച്ചൻ സഭയുടെ ഒരു പ്രത്യേകതയൊക്കെ നിനക്കറിയാലോ? ഞാൻ പറഞ്ഞു, അറിയാം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് 2018 നിങ്ങളുടെ ഈ ഗ്രാമത്തിൽ ഞാൻ വന്നിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഇവിടെ സാധാരണക്കാരെ പോലെ ഞാൻ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലഡിൻ്റെ സമയത്ത് 2019 ഞാനിവിടെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ എൻ്റെ അപ്പൻ പറഞ്ഞ കാര്യം ഞാൻ ഓർത്തായിരുന്നു, നിന്നെക്കൊണ്ടൊക്കെ അത് പറ്റുമോ? എനിക്കൊക്കെ പറ്റിയായിരുന്നു. വളരെ സന്തോഷത്തോടെ ഞാൻ മുന്നോട്ട് പോയി. അപ്പോൾ അപ്പനിങ്ങനെ 2009 ജൂൺ 7-ാം തീയതി ഈ സമയവും വർഷവും കറക്റ്റായിട്ട് ഓർക്കാനുള്ള കാരണം അത് എൻ്റെ ജീവിതത്തെ പിടിച്ചു കുലക്കിയതാണ്. അന്ന് അപ്പച്ചൻ സെമിനാരിലേക്ക് 3 മണിയൊക്കെ ആകുമ്പോൾ കൊണ്ടാക്കണം. അപ്പോൾ 2 മണിയൊക്കെ ആകുമ്പോൾ അപ്പച്ചൻ വീട്ടിൽ പ്രാർത്ഥനാ മുറിയിൽ, ഒറ്റമുറിയുള്ളൂ, പ്രാർത്ഥനാ മുറിയിലിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുക. അപ്പച്ചൻ അങ്ങനെ കയറി നിന്നിട്ട് കുരിശൊക്കെ വരച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എന്നിട്ട് അന്ന് കണ്ടത്, ഞാൻ ഇത്രയും വർഷം അച്ഛനായിട്ടും അതുപോലെ തന്നെ പല പഠനങ്ങളും കഴിഞ്ഞിട്ടും ഞാൻ കണ്ടതിൽ ഏറ്റവും മനോഹരമായ പ്രാർത്ഥന, ബൈബിളിൽ പോലും അതുപോലൊരു പ്രാർത്ഥന ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പൻ കൈകളിങ്ങനെ വിരിച്ചു പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പിതാവായ ദൈവമേ, ഏകദേശം 15 വർഷക്കാലം നീ എനിക്ക് തന്ന ഈ മകനെ നീ ദൈവവിളിക്കായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അത്താണിയാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നത്. നിൻ്റെ ജീവിതത്തിലേക്ക്, നിൻ്റെ ജീവിതം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന എൻ്റെ മകനെ കരുതലോടെ കാക്കണേ. 15 വർഷം പൊടിയും ചാരവും പെടാതെ, ഒരു നുള്ളു മണ്ണ് വീഴാതെ ഇവനെ ഞാൻ വളർത്തി ഇതുവരെ എത്തിച്ചു. അപ്പൻ ചങ്ക് പറിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അന്ന് ഞാൻ മനസ്സിലാക്കി എൻ്റെ അപ്പൻ്റെ കരുതൽ. അന്ന് ഞാൻ മനസ്സിലാക്കി അപ്പൻ പറഞ്ഞ ചില കാര്യങ്ങളുടെ പൊരുൾ. പ്രിയമുള്ള മക്കളെ, നിങ്ങൾ ഇന്ന് ചെല്ലുമ്പോൾ നിൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കൈകളും കാലുകളൊക്കെ നോക്കണം. അതിനൊരു പ്രത്യേകതയുണ്ട്. ഏത് ജോലിക്ക് പോകുന്ന അപ്പനായിക്കൊള്ളട്ടെ, ഏത് ജോലിക്ക് പോകുന്ന അമ്മയായിക്കൊള്ളട്ടെ, അവരുടെ കൈയും കാലൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. അവരുടെ കയ്യിലുള്ള മുറിപ്പാട് നമുക്ക് വേണ്ടിയിട്ട് അതിരാവിലെ എഴുന്നേറ്റ് കറിക്കരഞ്ഞ് മുറിപ്പാട് വീണ കൈവിരലുകളുണ്ടാവും. നിങ്ങളുടെ അപ്പൻ്റെ കാലിൽ വിള്ളലുണ്ടായിരിക്കും. കാരണം അതിരാവിലെ എഴുന്നേറ്റ് എനിക്കും നിനക്കും വേണ്ടി മുണ്ട് മുറുക്കിയെടുത്തും പറമ്പിലും പാടത്തും ഓഫീസിലൊക്കെ അധ്വാനിച്ച് തയമ്പ് പൊട്ടിയ പാദങ്ങൾ ഉണ്ടാവും. അതെടുത്ത് ധ്യാനിക്കണം. അപ്പോൾ നമുക്കൊക്കെ നന്നായിട്ട് പഠിക്കാനും നന്നായിട്ട് ജീവിക്കാനൊക്കെ പ്രചോദനം ഉണ്ടാകും. കാരണം എൻ്റെ അപ്പൻ്റെ അധ്വാനമാണ് ഞാൻ ഇന്ന് ഈ അൾത്താരയിൽ ഇത്ര ബലത്തോടെ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്നെ കരുതലോടെ താങ്ങിയ ഒരു അപ്പനും അമ്മയുള്ളത് കൊണ്ടാണ്. വിശുദ്ധ യൗസേപ്പിതാവിനോട് പോലെ ചേർത്ത് നിർത്താൻ എൻ്റെ അപ്പനുണ്ടായിരുന്നു, എൻ്റെ അമ്മയുണ്ടായിരുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ,
നിങ്ങളുടെ ജീവിതം ഇതുപോലെ ആകട്ടെ. ഈ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാൻ കരുതലോടെ നീതിമാനായ മാതാപിതാക്കളും കരുതലുള്ള മാതാപിതാക്കളും മക്കളുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചെലവഴിച്ച മിശിഹായെ, തപസ്സിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ചൈതന്യത്തിൽ ജീവിക്കുവാനും പ്രാർത്ഥനാരൂപിയിൽ വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടായ മിശിഹായെ, ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരമനുഷ്ഠിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവിൻ്റെ ഹിതമനുസരിച്ച് അവതാരം ചെയ്ത വചനത്തെ പരിപാലിച്ച മാർ യോഹന്നാൻ ഔസേപിതാവിനെ പോലെ വിശ്വാസത്തിലും വിശുദ്ധിയിലും തങ്ങളുടെ മക്കളെ ദൈവോത്മുഖരായി വളർത്തുവാൻ എല്ലാ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരുക്കുടുംബത്തെ പുലർത്തുവാൻ നിരന്തരം അധ്വാനിച്ച വിശുദ്ധ ഔസേപ്പിനെ പോലെ ഞങ്ങളുടെ തൊഴിലിനോട് വിശ്വസ്തത പുലർത്തുവാനും അതിൽ അർത്ഥവും ആനന്ദവും കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സഭയുടെ സംരക്ഷകനായ വിശുദ്ധ ഔസേപിതാവിൻ്റെ മധ്യസ്ഥതയാൽ സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ സംരക്ഷണത്തിലും വളർച്ചയ്ക്കും വേണ്ടി ജീവിതം സമർപ്പിക്കുവാനും സഭാതനർക്കെല്ലാവർക്കും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവം, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണം. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മളുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ദാനമായി നീയേകും നന്മകളെല്ലാം ഞാൻ തിരുമുൻപിലേകുന്നു കാണിക്കയാ. ദാനമായി നീയേകും നന്മകളെല്ലാം ഞാൻ തിരുമുൻപിലേകുന്നു കാണിക്കയാ. നിൻ സ്നേഹബലിയോടു ചേർക്കണമേ, എന്നെ നീ സ്വന്തമാക്കണമേ. നിൻ സ്നേഹബലിയോടു ചേർക്കണമേ, എന്നെ നീ സ്വന്തമാക്കണമേ. കാഴ്ചയേകാനിതാ ഞാൻ വരുന്നു, എൻ ജീവിതം ഇന്നു യാഗമേകാൻ അൾത്താര മുന്നിലായിടുന്നു. എൻ ജീവനേ, എൻ ജീവനാഥ. താതനുമതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിയിടാം പാവനമീ ബലിയിൽ. ആദിയിലെ പോലെന്നേക്കും ആമേനാമേ. സുതനുടെ പ്രേക്ഷിത
നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മർത്തോമായേയും ദീനസാക്ഷികളെയും സത്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്ഥിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിടാം. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ. നമുക്ക് വാദിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാദ്യാഗീസ്മാരും മെത്താന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ അയച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോളം മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും സ്വരാജ്യത്തിനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണം എൻ്റെ സഹോദരരെ. ഈ കുർബാനൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാനയെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ ശരീരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരിക്രമം ചെയ്യാൻ ഞങ്ങളെ ശക്തരാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര
പിതാവാബ്രാഹം ഇസഹാക്ക് യാക്കോബെന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മളോടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരങ്ങളുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങൾ സ്തുതിയും എല്ലാ നാവുകളും കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളും പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശങ്ങളുടെ അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളായിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരുടെ ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലിടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. Hosanna, Hosanna, Hosanna. ബലവാനീശനോശാന പാടാ ദൈവാത്മാവിനോശാന പാടാ മണ്ണിലും വിണ്ണിലുമായവനെ മാലാഖമാർ ചേർന്നോശാന പാടാ. പരിശുദ്ധൻ 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 ഹോശാന പരിശുദ്ധൻ 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 ഹോശാന. കർത്താവായ ദൈവമേ, ഈ സൂര്യഗണങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നദ്ധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു,
ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈശ്വരീനാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലടച്ച് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവ്വത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പാക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലിത്താക്കും ബോസ്കോ പിതാവിന് വേണ്ടി മറ്റെല്ലാ മെത്രാന്മാർക്കും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതരൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടി ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നദ്ധയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും, ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപുരം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും ഇവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഇവരുടെ കുടുംബങ്ങൾ സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടിയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഏറ്റവും പ്രത്യേകമായി എല്ലാ ജോസഫ് നാമധാരികൾക്ക് വേണ്ടിയും ഇന്നേ ദിവസം വിവിധങ്ങളായ പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ഇടവകയ്ക്ക് വേണ്ടിയും ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട വികാരേശനും വേണ്ടിയും ഞങ്ങളുടെ ഇടവകയിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാ സന്യസ്തർക്ക് വേണ്ടിയും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുള്ളവർക്ക് വേണ്ടിയും ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും ഈ ദേശത്തിന് വേണ്ടിയും അയോഗ്യനും ബലഹീനും പാപിയുമായി എനിക്ക് വേണ്ടിയും കർത്താവേ, ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരത്തെ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തി സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായ അങ്ങ് അയച്ചെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യം വിശുദ്ധി ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകം ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരവും പാതുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചയുടെ ഇറപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മഹനീയ വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിനാൽ മൂല രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു.
പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ ഓഴുമെന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാൽസനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുത്രഹവും പരിശുദ്ധവും ജീവദായക ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിനിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ആരാധനയുടെ സമയമായി, ആരാധ്യനാഥന്റെ സാന്നിധ്യമാ. ദുഃഖങ്ങൾ, ഭാരങ്ങൾ, രോഗാദി പീഡകൾ എല്ലാം തിരുമുൻപിൽ അർപ്പിക്കുന്നു. ദുഃഖങ്ങൾ, ഭാരങ്ങൾ, രോഗാദി പീഡകൾ എല്ലാം തിരുമുൻപിൽ അർപ്പിക്കുന്നു. ആരാധനയുടെ സമയമായി, ആരാധ്യനാഥന്റെ സാന്നിധ്യമാ. ദുഃഖങ്ങൾ, ഭാരങ്ങൾ, രോഗാദി പീഡകൾ എല്ലാം തിരുമുൻപിൽ അർപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അന്താപനിളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാവമോചനവും യാചിക്കുകയും ചെയ്യാം. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാ. ഹൃദയമൊരുക്കാം നാഥനു നിത്യം നിറയാം ആത്മാവാ. ആത്മാവിൻ പരിരക്ഷണമതിനെ നിണവും തിരുമേയും
മരണത്തിനും അതുപോൽ ജീവനും കാരണമായിടുവാൻ അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങേ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും സ്തുതിക്കുവാൻ ഞങ്ങളെ അതരങ്ങളെ പോത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവ്, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിൽ അവൻ്റെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിലും എന്നേക്കും സ്തുതി. ആമേൻ. നമുക്ക് വേണ്ടി കീറിമുറിക്കപ്പെട്ട ശരീരം ഇതാകുന്നു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തം ഇതാകുന്നു. അമർത്യതയുടെ ഔഷധം ഇതാ നമുക്കായി നൽകപ്പെടുന്നു. ക്രോവന്മാരുടെ ശ്രാപ്പന്മാരോടും ചേർന്ന് ഇതിന്റെ ദാതാവായ മിശിഹായെ നമുക്ക് സ്തുതിക്കാം. നമ്മെ ജീവി നിർത്താവ് ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ചെറുതാകുമീ അപ്പത്തിനുള്ളിൽ വലുതാകുമാ സ്നേഹം തന്ന് ഒരു തുള്ളി മുന്തിരിച്ചാറിൽ നാഥൻ കടലോളം സ്നേഹം നിറച്ചു. നിത്യമാം ജീവൻ ചൊരിഞ്ഞു. മുറിയും ഹൃദയത്തിൽ മുറിയാത്തൊരു സ്നേഹം, ചിതറും രക്തത്തിൽ പതറാത്തൊരു ത്യാഗം,
മുറിയും ഹൃദയത്തിൽ മുറിയാത്തൊരു സ്നേഹം, ചിതറും രക്തത്തിൽ പതറാത്തൊരു ത്യാഗം. ജീവൻ തുടിക്കുമീ കുർബാന, കൈക്കൊള്ളുമെന്നിൽ ജീവാമൃതം. കാത്തിതാ നിൽപ്പൂ നിന്നാഗമനം, ധന്യമായി തീരുന്നു ഈ നിമിഷം. ജപം. കുർബാന കഴിഞ്ഞ് ഉടനെ തന്നെ പ്രദക്ഷിണം കയറി വന്നിട്ട് നമ്മൾ നേർച്ച വെഞ്ചരിപ്പാണ്. അതിനുശേഷം കുട്ടികൾക്കുള്ള ചോറൂട്ട്. ഹാളിൽ സ്കൂളിലെ കുട്ടികളുടെ സൗകര്യം ഒന്ന് പരിഗണിക്കണം പ്രത്യേകം. അവർ ക്ലാസ് ഇടയ്ക്കുന്നാണ് വരുന്നത്. ആ സമയത്ത് അവർക്ക് കൂടുതലായിട്ടൊരു പരിഗണന കൊടുക്കുക. ജപം. ഞങ്ങളുടെ വത്സല പിതാവായ മാർ യോസേപ്പേ, അങ്ങ് ഈശോമിശിഹായുടെ തൃക്കരങ്ങളിൽ പരിശുദ്ധ കന്യകയുടെ സാന്നിധ്യത്തിൽ സമാധാനപൂർണമായി മരണം പ്രാപിച്ചുവല്ലോ. പാപികളായ ഞങ്ങളുടെ മരണസമയത്ത് ഈശോയുടെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെയും സഹായം ഞങ്ങൾക്ക് നൽകണമേ. അപ്രകാരം ഞങ്ങൾ നിത്യാനന്ദ സൗഭാഗ്യത്തിൽ ചേരുവാൻ അർഹമായി തീരട്ടെ. നല്ല മരണത്തിന് പ്രതിബന്ധമായ പാപത്തെയും അതിൻ്റെ സാഹചര്യങ്ങളെയും ലൗകിക വസ്തുക്കളോടുള്ള അതിരുകടന്ന സ്നേഹത്തെയും പരിത്യജിക്കുവാനുള്ള ധീരത ഞങ്ങൾക്ക് നൽകണമേ. ഈശോ മറിയ ഔസേപ്പേ. സുഹൃത്ത് ജപം. നൽമരണ മധ്യസ്ഥനായ മാർ ഔസേപ്പേ, ഞങ്ങളെ നൽമരണം പ്രാപിക്കുവാൻ ഇടയാക്കണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാത്താൽ ശുദ്ധവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ദേശങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പ്രിയമുള്ളവരെ, ഒരു വാക്ക് നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. 2018-19 കാലഘട്ടത്തിൽ ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് പോയ ഒരു ബ്രദറായിരുന്നു ഞാൻ. പിന്നീട് ഇവിടെ തന്നെ വന്നൊരു ബലിയർപ്പിക്കാൻ പറ്റിയതിൽ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇതിന് ഞങ്ങൾ ക്ഷണിച്ച ബഹുമാനപ്പെട്ട അച്ഛനും വികാരി അച്ഛനും മറ്റു കൈക്കാരന്മാർക്കും പ്രത്യേകം നന്ദി. വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ അനുഗ്രഹങ്ങളും എപ്പോഴും നിങ്ങളോട് നിങ്ങളുടെ കുടുംബത്തോടും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സമാപന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. ഞങ്ങൾ കർത്താവായ ദൈവമേ, തിരുക്കുടുംബത്തിൻ്റെ പാലകനായ മാർ യോസേപ്പിൻ്റെ ഈ ഓർബന്ധനത്തിൽ സുദീർഘമായ പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങൾ പങ്കുചേരാൻ അങ്ങ് ഞങ്ങൾ കൃപ നൽകി. ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യപ്രതിനിധിയായ മിശിഹായെ, വിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവനിൽ ഞങ്ങളെ പങ്കാളികളാക്കുകയും ചെയ്തു. ഈ അമൂല്യദാനം എന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. നിന്നെ പാലിച്ചു വളർത്തിയ മാർ യോസേപ്പിനെ പോലെ ഈ ഭൂമിയിൽ നിന്നെ ഏറ്റുപറയുന്നതിനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവാം മിശിഹാ വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയസൗഭമാർന്നിടാം ദൈവം നമ്മെ നയിച്ചല്ലോ.
ശരീരം ഭക്ഷിക്കും, എൻ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ. ഏവം നാഥനരുൾ ചെയ്തു. ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാം അഖിലരിലും ദൈവം വരനിരച്ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന് ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നെ സ്വീകൃപാന കടങ്ങളുടെ പൊരുതിക്കും പാവങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇതിനെ ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമാനം. ബഹുമാനപ്പെട്ട ജോണും ഭക്ഷണത്തിന് പ്രത്യേകമായിട്ട് നന്ദി. പ്രദർശനത്തിന് മുമ്പ് എല്ലാ ജോസഫുമാരെയും പൂക്കൾ കൊടുത്ത് നമ്മൾ വിഷ് ചെയ്യണം. അതിനുശേഷം പ്രദർശനം. പ്രിയമുള്ളവരെ, എല്ലാ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ എല്ലാവർക്കും ആശംസിക്കുകയാണ്. നമ്മുടെ ഇടവകയിലെ നയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട വ്യക്തികളും ജോസഫുമാരാണ്. ആദ്യമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛന് ആശംസകൾ നേർന്നുകൊണ്ട് ജോർജ് ഇലഞ്ഞിമറ്റം പൂച്ചെണ്ട് നൽകുന്നതാണ്. മറ്റ് ജോസഫുമാർ വികാരിച്ചിൽ നിന്നും ആശംസകൾ ഏറ്റുവാങ്ങുക. നമ്മുടെ കൈക്കാരൻ മാവുങ്കൽ ജോസഫ്, രണ്ടാമത്തെ കൈക്കാരൻ സിജിൻ സിബി എന്നാണ്, അത് സെബാസ്റ്റ്യൻ ജോസഫ് തന്നെയാണ്. അദ്ദേഹവും വന്ന് ആശംസകൾ ഏറ്റുവാങ്ങുക. വൈസ് ചെയർമാൻ ജോസഫ് തുടിയനായിൽ, സെക്രട്ടറി ജോസ് അലക്സ് കറുകപ്പള്ളി, മതബോധനത്തിൻ്റെ ഹെഡ് മാസ്റ്റർ ജോസഫ് കല്ലറയ്ക്കൽ, മറ്റ് എല്ലാ ജോസഫുമാരും മുന്നോട്ട് വന്ന് അച്ഛനിൽ നിന്ന് ആശംസ ഏറ്റുവാങ്ങേണ്ടതാണ്. വേഗം കടന്നു വരിക. ദൈവത്തിൻ തിരുസുതനെ പോറ്റി വളർത്തിയ താതാ, പിഞ്ചുകിടാങ്ങളാം ഞങ്ങളനാഥരായി കീഴുന്നി കണ്ണീരിൻ താഴ്വരയിൽ. ദൈവത്തിൻ തിരുസുതനെ പോറ്റി വളർത്തിയ താതാ, പിഞ്ചുകിടാങ്ങളാം ഞങ്ങളനാഥരായി കീഴുന്നി കണ്ണീരിൻ താഴ്വരയിൽ. നെറ്റി വിയർത്തും ആഹാരം നേടിയ കൊച്ചു കുടുംബത്തെ പോറ്റിയോനെ, നെറ്റി വിയർത്തും ആഹാരം നേടിയ കൊച്ചു കുടുംബത്തെ പോറ്റിയോനെ, അധ്വാനിക്കുന്നോർക്കും
ഞങ്ങൾക്കുമാ ദിവ്യ മാതൃക പൂകാൻ തരൂവരം. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളടയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാ ത്രിത്വമേ ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേ